ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് പാളയം LMS വളപ്പിൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ ഉപരാഷ്ട്രപതി മുഖ്യ അതിഥിയാകും. തുടർന്ന് ലോക് ഭവനിൽ താമസിക്കുന്ന ഉപരാഷ്ട്രപതി 30-ന് രാവിലെ 10 മണിക്ക് വർക്കല ശിവഗിരിയിൽ 93ാമത് തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വീണ്ടും ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഉപരാഷ്ട്രപതിക്ക് തിരക്ക് പിടിച്ച 2 ദിവസങ്ങളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഉപരാഷ്ട്രപതി നാളുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരം തലസ്ഥാനത്തേക്ക് എത്തുന്നത്. CP രാധാകൃഷ്ണൻ ഇന്ന് വൈകുന്നേരം 7 മണിക്കോടുകൂടി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം 7:20 LMS കോമ്പൗണ്ടിൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ആ പരിപാടിയിൽ തന്നെ ബഹുമാനപ്പെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുക്കുന്നുണ്ട്. ശേഷം രാജ്ഭവനിലായിരിക്കും ഇന്നത്തെ ദിവസം അദ്ദേഹം ചിലവഴിക്കുക. അത്താഴത്തിനു ശേഷം അവിടെ വിശ്രമിച്ച ശേഷം പിറ്റേ ദിവസം നാളെ രാവിലെ അദ്ദേഹത്തിന് ശിവഗിരി 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വർക്കല ശിവഗിരിയിലോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ശേഷം സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മാർ ഇവാനിയോസ് കോളേജിലും പങ്കെടുക്കുന്നുണ്ട്. 12 മണിയോടുകൂടിയാണ് അദ്ദേഹം മാർ ഇവാനിയോസ് കോളേജിലേക്ക് എത്തുക. ശേഷം 1:25 അദ്ദേഹം ഇവിടെ നിന്നും ഡൽഹിക്ക് മടങ്ങുമെന്നുള്ളൊരു കൃത്യമായൊരു ചാർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം കൃത്യസമയം പാലിക്കുന്ന ഒരു വ്യക്തിയാണ് ഉപരാഷ്ട്രപതി എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ ശിവഗിരിക്ക് പോകുന്നത് ഇവിടെ നിന്നും ചാർട്ടേഡ് വിമാനത്തിലാകും അദ്ദേഹം ശിവഗിരിക്ക് എത്തുക. ശേഷം 12 മണി 1 മണി അടുപ്പിച്ചാകും ഈ മാർ ഇവാനിയോസ് കോളേജിലെ പരിപാടികൾ. സിൽവർ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അദ്ദേഹം 1:25 കൃത്യം 1:25 തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിക്ക് മടങ്ങുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്നത്. എന്തായാലും ഉപരാഷ്ട്രപതി വരുന്നതിനോടനുബന്ധിച്ച് വളരെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെയാണ് തലസ്ഥാനത്തുടനീളമുള്ള എല്ലായിടത്തും നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉപരാഷ്ട്രപതി വരുന്നതിനോടനുബന്ധിച്ചുകൊണ്ട് ഗതാഗത നിയന്ത്രണം അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, ഉപരാഷ്ട്രപതി ഇന്ന് തലസ്ഥാനത്തെത്തുകയാണ്. 3 പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു SP ശ്രീനന്ദ.